കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുക്കള തോട്ടത്തിൽ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതിക്കും അതുപോലെ തന്നെ നമുക്കും ദോഷം ചെയ്യാത്ത നല്ലൊരു ജൈവവളം വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കൃഷിലോകം ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കൃഷി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഞങ്ങൾ ഈ ഒരു ജൈവവളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് അതൊരു 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 1 കിലോ 2 കിലോ ആ ഒരു തൂക്കത്തിനൊക്കെ നമുക്ക് അവിടെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് കാണാം. അടുത്തതായിട്ട് നമുക്ക് 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്കാണ് വേണ്ടത്. ഇനി ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് പച്ചിലകളാണ്. അതായത് ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. പച്ചിലകൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും ഇതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ പച്ചിലകളില്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള കളച്ചെടികളൊക്കെ നമുക്ക് വെട്ടി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ ഒന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു വളത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുട്ടത്തോട് ചേർക്കാം. അത് കാൽസ്യത്തിൻ്റെ നല്ലൊരു ഉറവിടമാണ്. സസ്യങ്ങൾക്ക് ആവശ്യമായ കാൽസ്യം ലഭ്യമാകുന്നുണ്ട്. അതുപോലെ പഴത്തൊലി, പച്ചക്കായുടെ തൊലി ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനിൽ ചേർക്കാം. പച്ചില വളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ശീമക്കൊന്നയുടെ ഇലകൾക്ക്. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ പച്ചച്ചാണകമാണ്. നമ്മൾ ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കുന്ന അന്നിട്ട ചാണകം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണങ്ങിയ ചാണകമാണെങ്കിൽ ഇത്രയും ഗുണം ഉണ്ടാകില്ല. പിന്നെ നമുക്ക് ഒരു ബക്കറ്റിലേക്ക് ചാണകം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ടോട്ടൽ വെള്ളം വേണ്ടത് ഒരു 15 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ബാക്കി വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു കീടനാശിനിയും അതുപോലെ തന്നെ ജൈവവളവുമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അടിവളമായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പിണ്ണാക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് 1 പിടി മണ്ണ് ചേർത്ത് കൊടുക്കണം. ഇത് ജൈവാംശമുള്ള മണ്ണ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പച്ചിലകൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഒരു 150 ഗ്രാം ശർക്കര ചീകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വളം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബക്കറ്റ് വീടിൻ്റെ അടുത്ത് വയ്ക്കാതെ ഒരല്പം മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ മൂടി വയ്ക്കണം. വെയിലൊക്കെ നേരിട്ട് പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളത്തിലുള്ള സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നമ്മളൊരു 5 മുതൽ 7 ദിവസം വരെ ഇങ്ങനെ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ 7 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വളം ചെടികൾക്ക് ഒഴിക്കാനായിട്ട് പാകമാകും. അപ്പോൾ എങ്ങനെയാണിത് ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പിന് 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. വളരെ ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിക്കാനായിട്ട്. പച്ചക്കറികൾ വളരുന്നില്ല, മുരടിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെടികൾ നന്നായിട്ട് വളരുകയും അതുപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ഈ ഒരു വളം തന്നെ വേണം നമ്മുടെ ചെടികൾക്ക് എല്ലാവരും ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.